മംഗളൂരു ഹെഗ്ഡെ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗി മരിച്ചുവെന്ന് ബന്ധുക്കൾ വിധിയെഴുതി. കണ്ണൂരിലെ AKG ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. 130-ലധികം കിലോമീറ്റർ ദൂരം മരിച്ചെന്ന് കരുതിയ വ്യക്തിയെയും വഹിച്ച് ആംബുലൻസ് കണ്ണൂരിലെ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തുന്നു. പത്രത്തിൽ പരസ്യവും ചെയ്യുന്നു, പവിത്രൻ മരിച്ചുപോയി. മോർച്ചറിയിലേക്ക് മാറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അറ്റൻഡർ ജയന് ഇദ്ദേഹം മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാവുന്നു. ഉടനടി ഡോക്ടറെ വിവരം അറിയിച്ച് ചികിത്സ നൽകുന്നു. മോർച്ചറിയിലേക്ക് മാറ്റാനിരുന്ന പവിത്രൻ ഇപ്പോൾ ICUവിൽ ചികിത്സയിലാണ്. കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളുടെ മരണവിവരം തിരക്കിയപ്പോൾ മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നതായി അറ്റൻഡർ ജയൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംശയം തോന്നിയപ്പോഴും കൂടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചിരുന്നതായും ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണെന്നും ജയൻ വ്യക്തമാക്കി. ജയൻ അങ്ങനെ മരണത്തിൽ നിന്നൊരാളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ പാവം പവിത്രൻ ഇപ്പോ മോർച്ചറിയിലെ ആ ഫ്രീസറിലായി പോയനെ. ഇപ്പം ICUവിലുണ്ട്, ഒരു മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, കണ്ണുകൾ തുറക്കുന്നുണ്ട് എന്നാണ് ജയൻ പറഞ്ഞത്. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടു തുടങ്ങാം. ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ആള് ചെറിയൊരു ചലനം സംശയം നമുക്ക് തോന്നും. വേറെ മരിച്ചെന്നുള്ള ഒരാൾ ജീവിക്കുന്നത് ഒരു ഭയങ്കര ഇതന്നെയാണ്. നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ 14-13 വർഷത്തോളമായിട്ട് വീട്ടെടുക്കുന്നു. കാരണം ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ ഇവിടുന്ന് അവരെല്ലാം കൺഫേം ചെയ്തിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുക. ഒരു അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മളാ രീതിയിൽ നമ്മൾ കാണുന്നില്ല. ഇത്രയും കാലം ബോഡി കൊണ്ടാൽ അങ്ങനെ കാണില്ല. നമ്മൾ ഇതുവരെ ആരും കൊണ്ടുവന്നവരെ എണീറ്റിട്ടോ അല്ലെങ്കിൽ ഇതാരും നമ്മൾ കണ്ടിട്ടില്ല. ആൾ ജീവിച്ചിരിപ്പണ്ടി പൈസ തന്നെ ഉണ്ട്. ഇപ്പം പോയി കണ്ടതാണ്. വിളിക്കുമ്പോൾ ഇങ്ങോട്ട് നല്ല ഉണ്ട്.